സിവിൽ സർവീസാണ് എൻ്റെ വഴി. അപ്പോൾ ആ ഒരു തീരുമാനം ഏത് ഘട്ടത്തിലാണ് ഒരാൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കുന്നത്? ഇഫ് സിവിൽ സർവീസ് ഈസ് യുവർ ഡ്രീം, ദെൻ യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ദറ്റ് റിസ്ക്. പുള്ളിക്കാരത്തിക്ക് 40ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ സർവീസ് കിട്ടിയിരിക്കുന്നത്, അതും 7 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട്. Meet the driving force behind one of Kerala's top-notch UPSC coaching academies. Founder and academic director of Fortune IAS Academy. ഇംഗ്ലീഷ് ഭാഷയുടെ പുറത്തുള്ള ഒരാളുടെ കമാൻഡ് അല്ലെ ഒരാളുടെ ഒരു കോൺഫിഡൻസ്, അതിനെ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഓവർ റേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ടൈം മാനേജ് ചെയ്യേണ്ട മറ്റൊരു ഒരു രീതി എന്ന് പറഞ്ഞാൽ, How honest you can be in your personal interview. പറയാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, We present to you Mr. Sailesh Fernandez. രണ്ടായിരത്തി 2024 കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 6 ലക്ഷത്തോളം പേരാണ് സിവിൽ സർവീസിൻ്റെ പ്രാഥമിക പരീക്ഷകൾ രാജ്യത്ത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 1000-ഓളം പേർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ നമ്പർ വൈസ് നമ്മുടെ നാട്ടിലെ ഒരു സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു പൂർണ്ണയുത്രം എങ്ങനെയായിരിക്കും? ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം ഒരു 9 to 10 lakhs ആണ്. പക്ഷേ പരീക്ഷ പ്രിലിംസ് എടുക്കുന്നവരുടെ എണ്ണം ഒരു 5 to 6 lakhs ആണ്. അപ്പോൾ ഈ വർഷം അത് ബിറ്റ്വീൻ 5 and 6 lakhs ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എനിക്ക്. അപ്പോൾ അതിൽ നിന്നും ഒരു 12,000 തൊട്ടൊരു 13,000 പേര് ആയിരിക്കും മെയിൻസ് എഴുതുക. ആൻഡ് ദെൻ ഫ്രം ദേ ഒരു 2,400-500 പേരെ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വിളിക്കും. അവിടെ നിന്നാണ് സാറ് പറഞ്ഞതുപോലെ ഈ 1000-1200 നമ്പേഴ്സിലേക്ക് വേക്കൻസി അനുസരിച്ച് അലോട്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദി ഓവറോൾ പിക്ചർ ഓഫ് ഹൗ ദി എക്സാമിനേഷൻ വർക്ക്സ് പാൻ ഇന്ത്യ. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ ഹിന്ദുവിനെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 2024 ഒരു 24,000-ഓളം പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതി. അതിൽ നിന്നും ഒരു 400-500 പേരായിരിക്കും മെയിൻസിനെ അവർ സെലക്ട് ചെയ്യുക. ആൻഡ് ഫ്രം ദേ ഈ വർഷം 43 പേരാണ് മലയാളികൾ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 10 ലക്ഷത്തോളം പേര് അപേക്ഷിക്കുന്നു, അതിൽ തന്നെ 10,000-ഓളം പേര് എഴുതുന്നില്ല. എന്നിട്ട് വന്നിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോഴേക്കും ഒരു 1000-ഓളം പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ? വളരെ കുറഞ്ഞൊരു പെർസെൻറ്റേജ്, 0.2% അടുത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷയെ സമീപിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പരീക്ഷാർത്ഥിക്ക് എങ്ങനെയാണ് അതിനൊരു പോസിറ്റിവിറ്റി കിട്ടുക? ഇപ്പോൾ സിവിൽ സർവീസ് ആണ് എൻ്റെ ലക്ഷ്യം എന്നൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഫാക്ടർ എടുക്കണം ആസ്പിറൻറ്റ്. ലൈഫിൽ റിസ്ക് എടുത്താൽ മാത്രമേ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇഫ് സിവിൽ സർവീസ് ഈസ് യുവർ ഡ്രീം, ദെൻ യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ദറ്റ് റിസ്ക്. അറിയാം, ഇപ്പോൾ റിസ്ക് എടുക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു പ്രഷർ നമ്മുടെ പുറത്തുണ്ട്. എത്രയും പെട്ടെന്ന് സെറ്റിലാകുക എന്നാണ് നമുക്ക് എല്ലാവർക്കും പുറത്തുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ ആഗ്രഹം ആ സിവിൽ സർവീസിലേക്ക് കയറണം, സിവിൽ സർവൻറ്റ് ആകണം എന്ന് തന്നെയാണെങ്കിൽ, ആ ബേണിംഗ് ഡിസയർ അവിടെ ഉണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് ആസ്പിറൻസിനോട് പറയാനുള്ളത്. നമ്മൾ പലരും പല കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, പല തരത്തിൽ പല പരീക്ഷകളിലും പാസ്സായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് സിവിൽ സർവീസിന് പഠിക്കണം, സിവിൽ സർവീസാണ് എൻ്റെ വഴി. അപ്പോൾ ആ ഒരു തീരുമാനം ഏത് ഘട്ടത്തിലാണ് ഒരാൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കുന്നത്? ആക്ച്വലി അങ്ങനെ ഒരു ടൈം പീരീഡ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഈ വർഷം സർവീസിലേക്ക് കയറിയ നിസ ഉണ്ണിരാജനാണ്. പുള്ളിക്കാരത്തിക്ക് 40ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ സർവീസ് കിട്ടിയിരിക്കുന്നത്, അതും 7 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട്. പുള്ളിക്കാരി അത് തുടങ്ങുന്നത് തന്നെ 35-ാം വയസ്സിലാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ മെറ്റേണിറ്റി ലീവിലിരിക്കുമ്പോഴാണ് ഫോർച്യൂണിൽ വന്ന് ചേരുന്നത്. അപ്പോൾ ഷീ വാസ് ഓൾറെഡി 34-35 വെൻ ഷീ സ്റ്റാർട്ടഡ്. ഇതിന് മുൻപുള്ള 6 അറ്റംപ്റ്റും പുള്ളിക്കാരത്തിക്ക് പ്രിലിംസ് പോലും പാസ്സാകാൻ പറ്റിയില്ല. 7ാമത്തെ അറ്റംപ്റ്റിലാണ് പുള്ളിക്കാരത്തി ലിസ്റ്റിൽ വന്ന് സർവീസിൽ കയറിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഏജ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടുതലും ഡിഗ്രി കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ ഡിഗ്രി സമയത്താകാം എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പലരും തീരുമാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കേസിലാണെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് എന്നാൽ ഇങ്ങോട്ടേക്ക് വരാം എന്ന് ഞാൻ തീരുമാനിച്ചത്. എനിക്ക് അങ്ങനത്തെ ഒരു അംബീഷനൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞിളക്കി നിനക്ക് കിട്ടും, കോൺഫിഡൻസ് ഉള്ളതല്ലേ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി തിരിച്ചാണ്. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്, ചിലവർ ഡിഗ്രി കഴിഞ്ഞിട്ട്, ചിലവർ അതിന് മുൻപ് തന്നെ ഡിഗ്രിയുടെ കൂടെ തന്നെ ഈ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ എടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. പിന്നെ നിസയെ പോലത്തെ ആളുകളും ഇവിടെ ഉണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷേ എനിക്ക് ആകെ പറയാനുള്ളത് ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ സമയത്തൊരു സ്വപ്നം കാണാം. പക്ഷെ അതേ സമയത്ത് കോച്ചിങ്ങിന് വേണ്ടി കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഇറ്റ് വിൽ ടേക്ക് അവേ സംതിങ് ഫ്രം യുവർ സ്കൂൾ ലൈഫ്. സോ ഐ വുഡ് സേ ഡിഫറെൻറ്റ് ആളുകൾക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്. ചില കേസുകളിലൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ പാരൻസിൻ്റെ ഒരു ആഗ്രഹമായിരിക്കും കുട്ടികൾ സിവിൽ സർവീസ് പോകണം. അങ്ങനെ പാരന്റൽ പ്രഷർ ഈ കാര്യത്തിൽ വരുന്നുണ്ടോ കുട്ടികളുടെ മേൽ?
ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് പേരൻസുമായിട്ട് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയും എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ ഇങ്ങനെ സർവീസിലേക്ക് വരണം എന്ന് തന്നെയാണ് പണ്ട് മുതലേ ഞങ്ങളുടെ ഒരാഗ്രഹം. അപ്പോൾ അത് പ്രഷറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അത് പ്രഷറായിട്ട് വരാറുണ്ട്. കാരണം കുട്ടികൾക്ക് ഇത് ചെയ്യണമെന്നില്ല, അങ്ങനെയുള്ള കുട്ടികളുമുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, സാർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ട, പക്ഷേ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വരുന്നതാണ്, അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. എന്നാൽ തിരിച്ചുകൊണ്ട് ഇപ്പോൾ രക്ഷിതാക്കൾ പറയും ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്, എത്ര പേർക്ക് കിട്ടുന്നുണ്ട്, ഇപ്പോൾ തന്നെ കണ്ടില്ല ഈ വർഷം 43 വരെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്ര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം എടുക്കണം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി സെറ്റായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ രണ്ട് രീതിയിലത് വർക്ക് ചെയ്യുന്നുണ്ട്. പേരൻസിനും ആഗ്രഹമുണ്ട്, കുട്ടികൾക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. ചില സിറ്റുവേഷനിൽ പേരൻസിന് ആഗ്രഹമുണ്ട്, കുട്ടിക്ക് ആഗ്രഹമില്ല. ചില സിറ്റുവേഷനിൽ കുട്ടിക്ക് ആഗ്രഹമുണ്ട്, പേരൻസിന് ആഗ്രഹമില്ല. സോ മാറി മാറി വരും. മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ പാർട്ട് ടൈമായിട്ടൊക്കെ പഠിച്ചാൽ കിട്ടാൻ പറ്റുന്ന സാധനമാണോ ഇത്? തീർച്ചയായിട്ടും കിട്ടും. ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ് ആൻഡ് ഇഫ് യു ആർ ഫോക്കസ്ഡ്, ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ നിസ ഉണ്ണിരാജൻ. ഷി വാസ് എ ഫുൾ ടൈം എംപ്ലോയി. AG's ഓഫീസിലാണ് നിസ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഷി ഹാസ് എ ഫാമിലി ടു ടേക്ക് കെയർ ഓഫ്. സോ ഇൻസ്പയർ ഓഫ് ഓൾ ദിസ് ഹേർഡിൽസ്, ഇഫ് ഐ ക്യാൻ യൂസ് ദാറ്റ് വേർഡ്, ഷി ക്ലിയർ ദി എക്സാമിനേഷൻ. സോ പറ്റുന്നത് തന്നെയാണ്. ബട്ട് യു ഹാവ് ടു റിമെയിൻ ഫോക്കസ്ഡ്. അങ്ങനെ എത്രയോ പേര് ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസ് ഒരു ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾ ഇപ്പം തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രാഥമികമായിട്ട് അവർക്ക് വേണ്ട സാധനം ഭാഷയിലും അതുപോലെ എഴുതാനുള്ള കഴിവിലുമുള്ളൊരു പ്രാവീണ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് നർച്ചർ ചെയ്യാൻ പറ്റുക? ഭാഷയുടെ പുറത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ പുറത്തുള്ള ഒരാളുടെ കമാൻഡ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു കോൺഫിഡൻസ്, അതിനെ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഓവർ റേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഈ പരീക്ഷയ്ക്ക് വേണ്ടത് ബേസിക് കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് കാര്യങ്ങളായിക്കോട്ടെ ബേസിക് കാര്യങ്ങളായിക്കോട്ടെ, അതിനെ വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞെഴുതി മനസ്സിലാക്കിപ്പിക്കുക എന്നൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ബേസിക് ഇംഗ്ലീഷിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ദ ഗോ, ആ ജേർണി പ്രിപ്പറേഷൻ സമയത്ത് തന്നെ പത്രങ്ങൾ വായിച്ചും അല്ലാത്ത മെറ്റീരിയൽസ് വായിച്ചും, കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഈ ഇംഗ്ലീഷുമായിട്ട് ഇടപഴകുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആകുമെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ഇഫ് പോസിബിൾ ഡെയിലി ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഒന്ന് എഴുതുന്ന ആൻസേഴ്സിൻ്റെ സ്ട്രക്ചറും പിന്നെ ലാംഗ്വേജും ഇമ്പ്രൂവ് ആകുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കൈയക്ഷരത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൻ്റെ കാര്യത്തിൽ? അത്യാവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും കൈയക്ഷരം മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. മനസ്സിലാകാത്ത രീതിയിലാണെങ്കിൽ ഇവാലുവേറ്ററിന് ചിലപ്പോൾ അത് ദേഷ്യം വന്നേക്കാം, എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഹീ വോണ്ട് ടേക്ക് ദി എഫേർട്ട്, അതായത് ഹീ ഇസ് എക്സ്പെക്ട് ടു ടേക്ക് ദി എഫേർട്ട് ടു കറക്റ്റ് ദി ആൻസേഴ്സ്. ഇത് ഞാൻ മെയിൻസിൻ്റെ കാര്യം പറയുന്നത്, മെയിൻസിന് എഴുതുമ്പോൾ. പക്ഷെ മനസ്സിലാകാതെ വരുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തോട്ട് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ പേഷ്യൻസിനെ അത് ടെസ്റ്റ് ചെയ്തിരിക്കാം. ആൻഡ് ദാറ്റ് മേ ഓൾസോ എഫക്റ്റ് യുവർ മാർക്സ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വളരെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ എന്നുമില്ല. ഇറ്റ് ഷുഡ് ബി സംവേ ബിറ്റ്വീൻ ഡീസെൻറ്റ് ആൻഡ് ഗുഡ്. മനസ്സിലാവണമെന്ന് മാത്രം. അതാണ് ശരിക്കും എൻ്റെ റിക്വയർമെൻറ്റ്. ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾ പലതരത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്നത്, ഇപ്പം ഞങ്ങളുടെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ റിസർച്ച് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സോഴ്സും മെറ്റീരിയൽസും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ ഓറിയൻറ്റേഷൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഓവർ റിസർച്ച് ചെയ്യും. കുറച്ച് പേര് ഇപ്പോഴും ഒരു റിസർച്ചും ചെയ്യാതെ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് വന്ന് അവർ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ, അതിൽ ഒരു കുഴപ്പമില്ല. വി ആർ ദെയർ ടു ഹെൽപ്പ് ദം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വന്നോ വരാതെയോ വന്നിട്ടാണെങ്കിൽ കൂടെ ഓവർ റിസർച്ച് ചെയ്ത് ഒരുപാട് ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജി എല്ലാം അവർ വായിച്ച് നോക്കി പഠിച്ച് അതിനെ എല്ലാത്തിനെയും കൂടെ അവരുടെ സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഇവോൾവ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി അവിടെ ചിലപ്പോൾ അവർക്ക് ഇല്ലാതായി പോകും. അത് പലപ്പോഴും ഈ ഫസ്റ്റ് ടൈമേഴ്സിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണത്. അതൊന്നാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ മതി പ്രിലിംസ് കയറിപ്പോവും. അങ്ങനത്തെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പുറത്ത് എക്സസീവ്ലി റിലൈ ചെയ്തിട്ട് പ്രിലിംസ് കയറാത്ത ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. എന്നാൽ കറണ്ട് അഫയേഴ്സിനെ പാടെ വേണ്ടാന്ന് വെച്ച് കുറച്ച് മാത്രം പഠിച്ച് കോർ ഏരിയാസിനെയും പഠിച്ചിട്ട് മാത്രം പോയി എഴുതുന്നവരുണ്ട്. അവർക്കും ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. സോ ഇറ്റ് ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ബോത്ത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമേഴ്സിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അതായത് സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം അവർ തന്നെ അവരുടെ പ്രിപ്പറേഷനെ വല്ലാതെ അങ്ങ് കോംപ്ലെക്സ് ആക്കി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോളുകൾ ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും വെച്ച് അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാൻ നോക്കും. അത് പറ്റാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സാഡാവും.
അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈമേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ക്ലാസ്സും കൂടെ ഉണ്ട്. പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് വരുന്ന ഫസ്റ്റ് ടൈമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പോയി പഠിക്കാൻ. അപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള ഗോള് അത് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, വിച്ച് ഇസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈമേഴ്സ് നേരിടുന്ന വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു വ്യക്തി തുടക്കത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ചിലപ്പം ടൈം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതായിരിക്കും. അതെ, അതിനെന്തെങ്കിലും ടിപ്സ് കൊടുക്കാൻ പറ്റുമോ? പ്രയോറിറ്റി ഏരിയാസിന് നമ്മൾ കണ്ടെത്തണം. അതായത് എന്താണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, ഏരിയാസ് ഏതൊക്കെയാണ്, അതായത് കോർ ഏരിയാസ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പഠനം, അതാണ് പോളിറ്റി. പിന്നെ എക്കണോമി, ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള കുറേ കോർ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസാണ്. പിന്നെ അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ടൈം മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് കോർ ഏരിയാസ് ഏതാണ്, ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എക്സാമിനേഷന് കിട്ടുന്ന ഏത് ഏരിയാസാണ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. കാരണം ആ ഏരിയാസിൻ്റെ പുറത്തേക്കായിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ഇടാൻ പോകുന്നത്. അതാകുമ്പോൾ അൺവാണ്ടഡ് ഏരിയാസിലേക്ക് നമ്മൾ ഫോക്കസ് ഇടേണ്ട കാര്യമില്ല. പിന്നെ ടൈം മാനേജ് ചെയ്യേണ്ട മറ്റൊരു ഒരു 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 രീതി എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു ആസ്പിറൻ്റ് അതൊരു വാണ്ടഡ് മെറ്റീരിയൽ ആണെന്ന് തോന്നി അതിനെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. അത് മൾട്ടിപ്പിൾ PDF ആയിരിക്കും ഒരൊറ്റ ടോപ്പിക്കിൽ ഒരു ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ടെലിഗ്രാം ഒന്നുമല്ല അവിടെ നിന്ന്. എന്നിട്ട് അതെല്ലാം വായിക്കാൻ നോക്കും. അതിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അതിനെ വായിക്കുക, റിവൈസ് ചെയ്യുക ആൻഡ് റിപ്പീറ്റ്. ഇത് ചെയ്താൽ തന്നെ ഒരുപാട് സമയവും എന്തായി നമുക്ക് കുറച്ചുകൂടെ സേവ് ആയി കിട്ടും എന്നാണ് എനിക്ക് കൊടുക്കാനുള്ള ടിപ്പ്. സോ ഐഡൻറ്റിഫൈ ദ പ്രയോറിറ്റി ഏരിയാസ്, വർക്ക് ഓൺ ദം. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണിത് പറയുന്നത്. കാരണം അവർക്ക് സമയം ഭയങ്കര ലിമിറ്റഡ് ആണ്. ക്ലാസ് കഴിഞ്ഞ് ഫെറ്റീഗ്ഡ് ആയിരിക്കും, ഭയങ്കര അത്യാവശ്യം നല്ല ടയേർഡായിരിക്കും. അതിൻ്റെ പുറത്തുകൂടെ ഈ പഠനം. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അപ്പോൾ ചെയ്യേണ്ടത് പ്രയോറിറ്റി ഏരിയാസിനെ കണ്ടെത്തുക, ക്ലാസ്സുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകളിൽ നിന്ന് തന്നെ മാക്സിമം ഇൻഫർമേഷനും കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതാകുമ്പോഴത്തേനും നമ്മുടെ ഓൺ പ്രിപ്പറേഷൻ അത് ഒരുപാട് സഹായിക്കും, സമയം കുറയ്ക്കും നമ്മുടെ ഇൻഡിവിജ്വൽ പ്രിപ്പറേഷനിൽ നിന്നും. ഇതുകൂടാതെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് സോഴ്സ് എടുത്ത് 1 or 2 എടുത്ത് അതിനെ മാത്രം പഠിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം 2021 പാസ്സായൊരു ആസ്പിരൻറ്റ്, അപ്പം 21 വയസ്സേ ഉള്ളൂ. അപ്പം അവരുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടുള്ള കാര്യം, ഞാൻ 3 വർഷത്തേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ല എന്ന് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ല. അപ്പം അങ്ങനെ ഒരു വനവാസത്തിൻ്റെ ആവശ്യമുണ്ടോ എവിടെന്നെങ്കിലും? ഇല്ല, ആക്ച്വലി ഇല്ല. ഓവറായിട്ട് മൊബൈലിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും കയറാതെ അത്യാവശ്യം സോഷ്യൽ മീഡിയയൊക്കെ വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്രിപ്പറേഷനാണിത്. ഇപ്പോൾ എൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. സോഷ്യൽ മീഡിയ എന്തായാലും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് നാച്ചുറലായിട്ട് വന്നൊരു വനവാസമാണ്. അത് ഞങ്ങളുടെയൊക്കെ മെൻ്റൽ ഹെൽത്തിനെയും കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻ എ നെഗറ്റീവ് വേ. കാരണം ഒരു മുറിയിൽ തന്നെ 3-4 കൊല്ലം പൂട്ടിയിടുന്ന ഒരവസ്ഥ, നമ്മൾ തന്നെയാണ് നമ്മൾ പൂട്ടിയിടുന്നത്. ആ ഒരു അവസ്ഥയാണ്. അതെന്തായാലും വേണ്ട. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ട്, ഫോൺസ് ഉണ്ട്, അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. ജസ്റ്റ് ദാറ്റ് യു ഹാവ് ടു പ്രയോറിറ്റൈസ്. അത് വെൻ യു കണക്ട് വിത്ത് ദി ഔട്ടർ വേൾഡ്, വിത്ത് ദ സൊസൈറ്റി, ദാറ്റ് ഷുഡ്ന്റ് അഫക്റ്റ് യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ ഈ മൊബൈലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സും എല്ലാം അടച്ചു വെച്ചുള്ള വനവാസ രീതിയൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. സോ ഐ വോണ്ട് റെക്കമെൻഡ് എ കംപ്ലീറ്റ് കട്ട് ഓഫ് ഫ്രം ദി ഔട്ടർ വേൾഡ്. ഐ വോണ്ട് റെക്കമെൻഡ് ദാറ്റ്. അപ്പോൾ പല കുട്ടികളും പലപ്പോഴും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും തോൽവി അറിയുന്നത്. അതുവരെ എല്ലാ ക്ലാസ്സിലും ഒന്നാമതായിട്ട് പഠിച്ചു വന്ന കുട്ടികൾ ആദ്യമായിട്ട് തോൽക്കുക ചിലപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വരുമ്പോഴായിരിക്കും. അപ്പോൾ ഈ റിജക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മുറിയിൽ അടച്ചിരുന്ന് പഠിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന സെക്ലൂഷൻ, ഇതൊക്കെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? അതിനെങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശ്രദ്ധിക്കുന്നത്? തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇതുവരെയും ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റുഡൻസ് മാത്രമല്ല, അവരുടെ പേരൻസും പലപ്പോഴും ഈ ഫെയിലിയേഴ്സ്, സെറ്റ് ബാക്സ് നേരിടുന്ന സ്റ്റുഡൻസ് അവരുടെ പേരൻസിനെ കൊണ്ടുവരും. അപ്പം ഞാൻ അവരുമായിട്ട് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളോ എൻ്റെ മകനോ ഇതേവരെയും തോൽവി അറിഞ്ഞിട്ടില്ല. 1ാം ക്ലാസ് മുതൽ ഇതേവരെയും ഫസ്റ്റ് റാങ്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. ഈ പ്രിലിംസ് കിട്ടാതെ വന്നതോടുകൂടി അവർ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഞങ്ങൾ ക്ലാസ്സിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് എനി പ്രോബ്ലം, ഫസ്റ്റ് മെസ്സേജസ്, ഞങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്ത്, കാരണം ഞങ്ങൾ ക്ലാസ്സിലായിരിക്കും, ഞങ്ങളെ വന്ന് കാണുക, സംസാരിക്കുക. അപ്പം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കും, അവരുടെ മൊറാലും അവരുടെ സ്പിരിറ്റും എല്ലാം അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള മെൻറ്റേഴ്സ് അല്ലെ ടീച്ചേഴ്സ്
ഞങ്ങൾ എക്സ്പേർട്സ് അല്ല, സൈക്കോളജി എക്സ്പേർട്സ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു കുട്ടി നേരിടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അവരുടെ അടുത്ത് പറയാറുണ്ട്, പ്ലീസ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. കാരണം പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്, അതിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ള നമ്മുടെ ഒരു ഉദ്ദേശം. സോ വി ട്രൈ അവർ ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ വീൽ ഡയറക്ട് ദം ടു എ ഗുഡ് സൈക്കോളജിസ്റ്റ് സോ ദേ ഗെറ്റ് ദാറ്റ് ഹെൽപ്പ്. എത്രമാത്രം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഈ ക്ലാസ് റൂമിന്റെ അകത്തുള്ളത്? ഞാൻ PSC കോച്ചിങ്ങിനൊക്കെ മുമ്പൊരിക്കൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ചോദിക്കുന്നത്. അവിടെ ഒരു തരത്തിൽ ഇമ്പോസിഷൻ എഴുതിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുന്ന, ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ വേണ്ടി പുഷ് ചെയ്യുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അപ്പം ഹൗ ഡിഫറെൻറ്റ് ഇസ് സിവിൽ സർവീസ് കോച്ചിങ് സ്പെക്ട്രം? സർ അഗൈൻ അത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുടെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിച്ചാൽ തന്നെ അവർക്കറിയാം, ഞങ്ങളായിട്ടൊരു ടാർഗറ്റ് അവർക്ക് ഇട്ട് കൊടുക്കാറില്ല. അവരെ മാർക്ക് കുറഞ്ഞ് കഴിഞ്ഞാൽ അവരെ വിളിച്ച് ഫയർ ചെയ്യാറില്ല. ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ നിങ്ങൾ ഇരിക്കണം എന്ന് ഞങ്ങൾ പറയാറില്ല. സോ കുറച്ചുകൂടെ ഒരു ഇൻഫോർമൽ രീതിയിലാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ പോകുന്നത്. ആൻഡ് വി ഡോണ്ട് ഇമ്പോസ് ടാർഗറ്റ്സ്, വി ഡോണ്ട് പ്രഷറൈസ് ദി ആസ്പിറൻസ്. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ ആസ്പിറൻസ് ആയിരുന്നവരാണ്. കിട്ടിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞങ്ങൾക്കറിയാം എന്താണ് സ്ട്രെസ് എന്നുള്ള കാര്യം. അപ്പോൾ ആ സ്ട്രെസ് ഇവരുടെ പുറത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല. സോ ദാറ്റ്സ് വാട്ട് വി ആക്ച്വലി ഡു. അപ്പോൾ ഫോർച്യൂൺ, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഞങ്ങളവിടെ ഫോളോ ചെയ്യുന്ന ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം പഠിത്തത്തെ എൻജോയ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നത് കുറയും. സ്ട്രെസ്സ് വരില്ല എന്നുള്ളതല്ല, കുറയും. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഏറെക്കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് സാർ. പക്ഷേ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡൽഹിയിലൊക്കെ പ്രത്യേകിച്ച് അത്യാവശ്യം നല്ലപോലെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അത്രമാത്രം ഉറപ്പില്ല അതിൽ. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജനറലി ഇങ്ങനൊരു പരീക്ഷയുടെ ലക്ഷ്യം തന്നെ ഈ സിവിൽ സർവൻ്റായിട്ട് വരുന്ന ഒരാൾ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാവണം, അയാൾക്ക് ഇൻഡിപെൻഡൻറ്റ് തോട്ട് ഉണ്ടാവണം. ഇതിനൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പരീക്ഷയുടെ ഒരു സിലബസ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നു, അവരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് കോച്ചിങ് കൊടുക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ ഹൗ വെൽ കോച്ച്ഡ് യു ആർ എന്നുള്ളതാണ് മെഷർ ചെയ്യപ്പെടുന്നത് എന്ന് തോന്നുന്നുണ്ട്. അതായത് കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റിക്കപ്പുറം ആ കുട്ടി സ്വീകരിച്ച കോച്ചിങ്ങിനെയാണോ അവിടെ മെഷർ ചെയ്യപ്പെടുന്നത് പരീക്ഷയിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അത് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലും ഡൽഹിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലായിട്ട് ഇഷ്ടംപോലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ തന്നെ അവിടെയാണല്ലോ ആ ഒരു പേഴ്സണൽ, മെയിൻസിലും വരും, എഴുത്ത് പരീക്ഷയിലും വരും. ആ പേഴ്സണൽ ആംഗിൾ നമ്മൾ എടുക്കുന്ന അപ്രോച്ച്, ആൻസറിൽ എടുക്കുന്ന അപ്രോച്ച്, അതിലും ആ ഒരു നമ്മുടെ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ കൂടുതൽ ഇത് വരുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്രയൊക്കെ കോച്ച് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കറിയാം ദാറ്റ് അവരോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പേഴ്സണൽ കൺവിക്ഷൻസിനെ പുറത്ത് കൊണ്ടുവരുന്ന ടൈപ്പ് ഒരു ചോദ്യങ്ങളാകാം, അല്ലെ അത് അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാകാം. സോ എത്രയൊക്കെ നമ്മൾ കോച്ച് ചെയ്തെന്ന് പറഞ്ഞാലും പേഴ്സണൽ കൺവിക്ഷൻ എന്താണോ അത് ഒരു പരിധി കഴിയുമ്പോൾ പുറത്ത് വരും. ശരിയാണ്, പണ്ടത്തെ കാലത്ത്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇൻഡിവിജ്വൽ ആംഗിൾ എല്ലാ കാര്യത്തിനോടും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ഇൻഡിവിജ്വൽ സമീപനം, ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ, അത് ഏറെക്കുറെ കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാരണം അത് ഉണ്ടായിട്ടുണ്ട്, അത് റിയാലിറ്റിയാണ്. പക്ഷേ എന്നിരുന്നാലും എത്രയൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ നോക്കിയാലും UPSC ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ മേക്ക് ഷുവർ ദാറ്റ് എ കാൻഡിഡേറ്റ്സ് ഇൻഡിവിജ്വൽ തോട്ട്, ഇൻഡിവിജ്വൽ കൺവിക്ഷൻ, പേഴ്സണാലിറ്റി കംസ് ഔട്ട്. അതിനുവേണ്ടിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇത്ര ഒരു 30-35 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് ഇരിക്കുന്നത്. സോ ദേ നോ ഹൗ ടു ഗെറ്റ് ദാറ്റ് പേഴ്സണൽ തോട്ട് അവേ ഫ്രം യു. ഈ പേഴ്സണൽ തോട്ട് പുറത്തു വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ വേറെ കാര്യം ഞാൻ ചോദിക്കാം. ഹൗ ഓണസ്റ്റ് യു ക്യാൻ ബി ഇൻ യുവർ പേഴ്സണൽ ഇൻ്റർവ്യൂ? ഐ മീൻ, ഡസ് ബീയിങ് ഓണസ്റ്റ് ഹെൽപ്പ്? ബീയിങ് ഓണസ്റ്റ് സർട്ടൻലി ഹെൽപ്സ്. പക്ഷേ ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ ഓണസ്റ്റായിട്ട് ബ്ലേർട്ട് ഔട്ട് ചെയ്യുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കാരണം പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കൺവിക്ഷൻ ഒന്ന്, പുറത്ത് ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുന്ന കാര്യം മറ്റൊന്നായിരിക്കും. സോ യു ക്യാൻ ബി ഓണസ്റ്റ്, സ്പെഷ്യലി വെൻ കംസ് ടു യുവർ ഇൻറ്റൻഷൻസ് ആൻഡ് ഓൾ. അത് അവർക്ക് കാണാൻ പറ്റും, നിങ്ങൾ എത്രമാത്രം വെൽ ഇൻറ്റൻഷൻഡ് ആണ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ. പക്ഷേ 100% ഓണസ്റ്റി പ്രത്യേകിച്ച് പൊളിറ്റിക്കലി കറക്റ്റ് ആകണമെന്നില്ല. So honesty is good, but 100% honesty I don't think is possible by anyone. അത് ഏത് മേഖലയിലായിക്കോട്ടെ. ഇനി ചോദിക്കാനുള്ളത് നമ്മുടെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെ ഒരു സെലക്ഷനെ പറ്റിയിട്ടാണ്. അപ്പം കണക്കും പൊളിറ്റിക്കൽ സയൻസും തുടങ്ങി മലയാളം, തമിഴ്, സാഹിത്യം വരെയുള്ള വളരെ വൈഡായിട്ടുള്ള റേഞ്ചിലാണ് ഈ ഓപ്ഷണൽസ് നിൽക്കുന്നത്. അപ്പം ഇതിനെല്ലാത്തിനെയും ഒരേ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയെ അളക്കാൻ പറ്റുക? ആ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
സിസ്റ്റത്തിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്നാ പ്രശ്നമുണ്ട് അങ്ങനെ വേണം പറയാം. അത് മൊത്തം സിസ്റ്റം തെറ്റായി കിടക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ സ്കെയിലിംഗ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മാത്ത്, ഫിസിക്സ് കുറച്ചുകൂടെ, ഇപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സബ്ജക്ട്സ് അത് കുറച്ചുകൂടെ സ്കോറിംഗ് ആണ് വെൻ കമ്പയർഡ് ടു ലിബറൽ ആർട്സ് ഓപ്ഷൻസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സയൻസിന് കുറച്ചും കൂടെ മാർക്സ് കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ സയൻസ് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മീൻ സ്കോർ, ഒരു മീഡിയൻ സ്കോർ എന്ന് പറഞ്ഞാൽ ലിബറൽ ആർട്സ് ഓപ്ഷൻസ് എടുക്കുന്നവർക്കൊരു 250, 260 ആകാം, അല്ലെ 240, 250 ആകാം. അതേസമയത്ത് സയൻസ് ഒരു 270 or 280 വരെയും പോകാം. ഒരു മീഡിയൻ സ്കോറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. ഇപ്പോൾ ഹൈ സ്കോർ എടുക്കുകയാണെങ്കിൽ ഒരു 305, 310 വരെയും ഒരു ലിബറൽ ആർട്സ് ഓപ്ഷൻസിന് കിട്ടുമ്പോൾ സയൻസ് ചിലപ്പോൾ ഒരു 340 ആകാം. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. UPSC അവരുടെ സ്കെയിലിംഗ് കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടില്ല. എക്സാക്ട്ലി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ സയൻസ് സബ്ജക്റ്റ് ഹൈ സ്കോറിംഗ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും അതിന് പ്രോപ്പറായിട്ടുള്ള UPSCക്ക് വേണ്ടിയുള്ള കോച്ചിങ് ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട്. ഡൽഹിയിലൊക്കെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ചാലഞ്ച് സയൻസ് ഓപ്ഷൻസ് ആയിട്ട് എടുക്കുന്നവർക്ക് അവിടെ ഉണ്ട്. പക്ഷേ ലിബറൽ ആർട്സ് സബ്ജക്ട്സിനെ ഓപ്ഷൻസ് ആയിട്ട് എടുക്കുമ്പോൾ കുറേ കൂടെ കോച്ചിങ്ങും സപ്പോർട്ടും അവൈലബിൾ ആണ്. അത് കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും. അപ്പോൾ സ്കെയിലിംഗ് ഉണ്ട്, UPSC സ്കെയിലിംഗ് കൊണ്ടുവരുന്നുണ്ട്. സയൻസ് സബ്ജക്ട്സിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ സയൻസ് സബ്ജക്ട്സ് എടുക്കുമ്പോൾ അവിടെ വരുന്ന ഡിസഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ ആ സപ്പോർട്ടും കോച്ചിങ്ങും അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരുപാട് കമ്മീഷൻസിന് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മീഷൻസ് തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് കാലം മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് ഒരു കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ ടു ദി UPSCs ഓപ്ഷൻസ് എടുത്ത് കളയണം. ഓപ്ഷൻസ് എടുത്ത് മാറ്റിയിട്ട് കോമൺ പേപ്പേഴ്സ്, ജനറൽ സ്റ്റഡീസ് പോലെ തന്നെ ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ സോഷ്യോളജിയോ കോമൺ സെറ്റ് ഓഫ് പേപ്പേഴ്സായിട്ട് എല്ലാവരും എഴുതട്ടെ. അതാണ് ഇപ്പോൾ UPSCക്ക് പോയിരിക്കുന്ന റെക്കമെൻഡേഷൻ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ ഒരു റിഫോം ഡ്യൂ ആണ്. അത് അടുത്ത് തന്നെ വന്നേക്കാം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ സിവിൽ സർവീസ് എഴുതാമെന്ന് തീരുമാനിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വർഷങ്ങളോളം ഇതിനുവേണ്ടി നടക്കുകയാണ്. ഒരു 5-6 വർഷത്തെ പരിശ്രമം, 4-5 അറ്റംപ്റ്റ്സ് നമ്മൾ എക്സ്പയർ ആവുന്നു. അതിനുശേഷം ഇനി അറ്റംപ്റ്റ്സ് ഇല്ല എന്ന് വരുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വേറെ ഒന്നിനു വേണ്ടി ചിലവഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പ്ലാൻ ബി എന്ന നിലയിൽ എന്തായിരിക്കും ഉണ്ടാവുക? പ്ലാൻ ബി സർ, ഇപ്പോൾ ടെസ്റ്റുകളുണ്ട്, PSC ടെസ്റ്റുകളുണ്ട്, UPSC നടത്തുന്ന മറ്റ് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് UPSC കൊണ്ടുവന്നൊരു ഇനിഷ്യേറ്റീവാണ്. UPSC ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ സ്റ്റേജ് വരെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ UPSC നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫുൾ ഡേറ്റ ബാക്കിയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സായിട്ടും PSCസുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യട്ടെ. അതാകുമ്പോൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും PSCസിലും എന്തെങ്കിലും ഒരു ഒഴിവ് അവിടെ വരുമ്പോൾ ഒരു പക്ഷേ UPSC ഇൻ്റർവ്യൂ വരെ പോയ ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാം. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു പ്രീവിയസ് ടോപ്പറിന് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ വരെ പോയി, കിട്ടിയില്ല. പക്ഷേ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് പുള്ളിക്കാരനൊരു കോൾ വന്നു ആൻഡ് എ ജോബ് വാസ് ഓഫർ ടു ഹിം. ഐ തിങ്ക് ഹി ടുക്ക് ഇറ്റ്. പക്ഷേ പിന്നീട് പുള്ളി സിവിൽ സർവീസിന് തന്നെ റിസർവ് ലിസ്റ്റ് വന്നതോടുകൂടെ ഹി ജോയിൻ ദ സർവീസസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും UPSC ആസ്പിറൻസിന് ഉണ്ടാകാറുണ്ട്. PSC എക്സാമിനേഷൻസ് ആണെങ്കിലും തന്നെ UPSC പ്രിപ്പറേഷൻ അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന് തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഹൗ കോസ്റ്റ്ലി ഇറ്റ് ഈസ്, ഹൗ അഫോർഡബിൾ ഇറ്റ് ഈസ്? കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെയും ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ യൂണിഫോമാണ്. ഇപ്പോൾ ഫുൾ കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പ്രിലിംസും മെയിൻസും ആ സ്റ്റേജ് എല്ലാം അതിനുവേണ്ടി കോച്ചിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കം അപ് ടു ലൈക്ക് 85,000 to 90,000. സോ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ കേരള, ഒരു മിഡിൽ ക്ലാസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും, പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഐ ഗെസ് ഞങ്ങളാണ് തുടങ്ങി വിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാം എഴുതി നിങ്ങൾ ടോപ്പ് 10 വരികയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലായിരിക്കും ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2-3 പേർക്ക് ഫുൾ ഫ്രീ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത്യാവശ്യം സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. പല വിദ്യാർത്ഥികളിലും കണ്ടിട്ടുള്ളത് നല്ല കഴിവുണ്ടായിരിക്കും, പക്ഷെ അതേസമയത്ത് അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ ജനിച്ച കുടുംബസ്ഥിതി, പഠിച്ച സ്കൂള്, മീഡിയം, ഇതിനൊക്കെ അനുസരിച്ച് അവരുടെ കോൺഫിഡൻസ് മാറി മറിഞ്ഞിരിക്കും. ഒരുപാട് പേർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പെടാറുണ്ടോ? അങ്ങനെ പെടുകയാണെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെ സഹായിക്കാറുണ്ട്? ഇഷ്ടംപോലെ വരുന്നുണ്ട് സാർ. ആക്ച്വലി ഇതിനോട് നല്ല ആഗ്രഹം ഉണ്ടായിട്ടും ഇത് ട്രൈ ചെയ്യാൻ വരാത്തവർ, അതിൽ കുറച്ച് പേർക്കുള്ള ഇഷ്യൂ ഈ കോൺഫിഡൻസ് ഇഷ്യൂസാണ്. അതായത് നമുക്കൊക്കെ പറ്റുന്നതാണോ ഈ പരീക്ഷ? ഇത് അവരുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുന്ന ഈ ഡൗട്ട് ഒരുപക്ഷെ അവർക്ക് ചുറ്റുമുള്ള ആളുകൾ അവരോട് പറയുന്നതായിരിക്കാം.
ആളുകൾ തന്നെയായിരിക്കും നിന്നെ കൊണ്ട് ഇത് പറ്റുമോ. ഇപ്പോൾ ഒരുപാട് ആസ്പിറൻസിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്, സാധാരണ ഒരു PSC ജോലി നോക്കിയാൽ പോരെ, സാധാരണക്കാരായിട്ട് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഈ തുക്കടി സാഹിബ് ആകാൻ പോകുന്നത്. ഇത് പറഞ്ഞ് തന്നെ, ഇത് കേട്ട് തന്നെ ഉള്ള കോൺഫിഡൻസും കൂടെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതായത് എന്നേക്കാളും ബെറ്ററാണ് മറ്റൊരു വ്യക്തി എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ആ വ്യക്തി ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ആ വ്യക്തി നമ്മളെ കാണുമ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഓ എന്നേക്കാളും ബെറ്ററാണ് എന്ത് ആ വ്യക്തി. അപ്പോൾ ഈ അസംഷനാണ് ഒരു പരിധിവരെയും നമ്മളെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. ഞാനൊരു 16-17 വർഷമായി ഇപ്പോൾ പഠിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എഴുതാനും വായിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എടുക്കാവുന്നൊരു എക്സാമിനേഷനാണിത്. സോ ദാറ്റ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്. ഒരുപാട് പേര് ഒരുപാട് ഒപ്പീനിയൻസ് നമുക്ക് തരും. അതിൽ നിന്ന് എന്തെല്ലാം ഒപ്പീനിയൻസ് നമ്മൾ എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാനസികമായി എത്തണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ദിസ് ഇസ് അച്ചീവബിൾ ഡെഫിനറ്റ്ലി. എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഒരു കാര്യമാണ്, എനിക്കുള്ള കഴിവുകൾ വേറെ കാര്യമാണ്. ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റിന് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സിവിൽ സെർവൻറ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ഒരു ചെറിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഡൽഹിയിലാണ് ഇത് കണ്ടിരിക്കുന്നത്, ഇവിടെ ഉണ്ടാകേണ്ടതാണ്. ദാറ്റ് ഞാനൊരു സിവിൽ സർവൻസ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ സർവൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെ ഇവർ ജീവിച്ചു തുടങ്ങും. ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് നീഡഡ്. കാരണം ഓരോ സിവിൽ സർവൻറ്റും വ്യത്യസ്തനാണ്. ഹീസ് എ സിവിൽ സർവൻറ്റ് ഓർ ഷീസ് എ സിവിൽ സർവൻറ്റ്. പക്ഷേ ഡോണ്ട് ഫൊർഗെറ്റ് ദ ഫാക്ട് ദാറ്റ് ഇവരെല്ലാം വ്യക്തികളുമാണ്. അപ്പോൾ എല്ലാ സിവിൽ സർവൻസും ഒരേ രീതിയിൽ മാത്രമേ പെരുമാറാവൂ അല്ലെങ്കിൽ പ്രവർത്തിക്കാവൂ എന്നൊന്നുമില്ല ആക്ച്വലി സ്പീക്കിംഗ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് സിവിൽ സർവീസിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് എന്നെക്കുറിച്ചൊന്നും അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ആരും ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും സിവിൽ സർവീസ് കിട്ടും എന്ന് സാറന്മാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല. സോ ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റുള്ളൂ എന്നൊരിക്കലും വിചാരിക്കരുത്. വാട്ട് ഇറ്റ് റിക്വയർസ് ഇസ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ബേസിക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റണം. ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സാധാരണ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ എഴുതി മറ്റുള്ളവരെ അല്ലെങ്കിൽ എക്സാമിനറിനെ ധരിപ്പിക്കാൻ പറ്റണം. പിന്നെ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം. ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഹാർഡ് വർക്കാണ്, വേറെ ആരും ഇത് ചെയ്യുന്നില്ല, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കരുത്. ഹാർഡ് വർക്കാണ്, ഹാർഡ് വർക്ക് വേണം, ഞാൻ ചെയ്യും. ബാക്കിയുള്ള ഒരാളുകൾ, ഇപ്പോൾ ഈ സോ കോൾഡ് ക്വാളിറ്റീസ് ഉള്ള ആളുകൾ, ഒരുപാട് പേര് സിവിൽ സർവൻറ്റിന് വേണ്ട ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്ന ആളുകൾ, അവർ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറോ പഠിച്ചിട്ട് മനസ്സിലാവുന്ന കാര്യം, ഇപ്പോൾ സാധാരണ എന്നെ പോലത്തെ ഒരു വ്യക്തി, ഞാൻ പണ്ട് ആസ്പിറൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അത്ര പെട്ടെന്ന് ആ കാര്യം മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു 6-7 മണിക്കൂർ അതേ ടോപ്പിക് എടുത്ത് ഞാൻ പഠിക്കും. പക്ഷേ ഞാനത് അവിടെ എത്തും. അതാണ് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ I would say please come over and try this. If you want this, come and try this. It is possible. ഞാൻ ചോദിക്കാൻ വന്നത് സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞ ശേഷം അയാളിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് കൂടിയാണ് ആക്ച്വലി. അതായത് മൾട്ടി ടാസ്കിങ്, എബിലിറ്റി ടു ഹാൻഡിൽ പ്രഷർ, മേ ബി പൊളിറ്റിക്സ്, ഇതെല്ലാം. അതുപോലെ ഇപ്പോൾ പലപ്പോഴും ഒരു സിവിൽ സർവൻറ്റ് റൈറ്റ് ലൈക്ക് സിറ്റുവേഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ അതൊക്കെ ഇനീഷ്യലി ഉണ്ടാവുന്നവരാണോ ഇതിന് പോകുന്നത്? സാർ, ആക്ച്വലി ഈ പരീക്ഷ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, ഈ പരീക്ഷയ്ക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര പ്രഷറാണ്, ഒരുപാട് വർക്ക് ചെയ്യണം, മൾട്ടി ടാസ്ക് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ പരീക്ഷ ഇത്രയും ടഫാക്കി വെച്ചിരിക്കുന്നത് ആരെയും ബോധിപ്പിക്കാനല്ല. ആക്ച്വലി ഈ പരീക്ഷയിലൂടെ കടന്നു വരുന്നൊരു വ്യക്തി, ഫൈനൽ ലിസ്റ്റിൽ വരുന്നൊരു വ്യക്തി ഒരു സിവിൽ സർവൻ്റ് ആകുമ്പോൾ വേണ്ട ബേസിക് ക്വാളിറ്റീസിൽ ട്രെയിൻഡ് ആയിട്ടാണ് വരുന്നത്. കാരണം ഒരു ആസ്പിറൻറ്റ് നല്ല പ്രഷറിലാണ്. ഡേ ഇൻ ഡേ ഔട്ട് ഒരു 4-5 മണിക്കൂർ, അഗൈൻ എല്ലാവരും 4-5 മണിക്കൂർ പഠിച്ചിരിക്കണം, അതിൽ കൂടുതൽ പഠിക്കേണ്ട, അതിൽ കുറഞ്ഞ് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡെയിലി ഓൺ ആൻ ആവറേജ് 4-5 മണിക്കൂർ പഠിച്ചു വരുന്നൊരു വ്യക്തി പുള്ളി സ്ട്രെസ്സിലാണ്. കാരണം സൊസൈറ്റിയിൽ നിന്നും ബാക്കിയുള്ളവർക്ക് ഉള്ള കണക്ഷൻ പോലും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ട്രെസ്സും ആ പ്രഷറും മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി എല്ലാം തന്നെ അത്യാവശ്യം ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ തന്നെ സെറ്റാകും. അപ്പോൾ ഒരിക്കൽ സർവീസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് സിവിൽ സർവൻറ്റിന് വേണ്ട ക്വാളിറ്റീസ് ആ വ്യക്തിയിലുണ്ട്. പിന്നെ ബാക്കി ലബാസ്നയിലും അല്ലാത്തയും അവർക്ക് ട്രെയിനിങ് കിട്ടും. സോ ബൈ ദ ടൈം ദേ ആർ ഡൺ വിത്ത് ദ ട്രെയിനിങ്, ദേ ആർ റൈറ്റ് ദേ. പിന്നെ കുറേയൊക്കെ നമ്മുടെ പേഴ്സണൽ ഒരു ഇതും അതിൻ്റെ അത് വരാറുണ്ട്. ചോദിക്കാൻ വന്നത്, പ്ലീസ് ഒരാൾ ഇമോഷണലാണ്,
അയാൾ എംപത്തറ്റിക് ആണ്. ഈ രണ്ട് ക്വാളിറ്റീസ് ഒരു സിവിൽ സർവൻറ്റിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഇമോഷണലാണ്, എംപത്തറ്റിക് ആണ്. ഓവർ ഇമോഷണലും ആകാൻ പാടില്ല. ഇപ്പോൾ ഓവർ ഇമോഷണൽ ആകാം. ഇപ്പോൾ നമ്മൾ എത്രമാത്രം ഇമോഷണൽ ആണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമുക്ക് മാത്രമേ അറിയാവൂ. നമ്മളിൽ എത്രമാത്രം എംപത്തി ഉണ്ടെന്നുള്ള കാര്യം കുറേ കൂടെ നമ്മൾ ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ള സ്പേസ് നമുക്ക് ഈ സമൂഹം തരുന്നുണ്ട്. ബിക്കോസ് സമൂഹം നോക്കുമ്പോൾ എന്താണ്, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു സ്പേസ് സമൂഹം നമുക്ക് തരുന്നതുകൊണ്ട് വി ക്യാൻ എക്സിബിറ്റ് ആർ എംപത്തി എ ലോട്ട് മോർ വെൻ കമ്പയർഡ് ടു ഇമോഷൻസ്. കാരണം ഇമോഷൻസ് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്താൽ, എസ്പെഷ്യലി സിവിൽ സർവൻ്റ് എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ലീഡ് യു ടു ട്രബിൾ. ഇപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ദർ ഈസ് എ പോസിബിലിറ്റി, എപ്പോഴും അങ്ങനെയല്ല, ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദ പേഴ്സൺ ക്യാൻ ബി സംഹൗ ഹിസ് പൊസിഷനെ മിസ്യൂസ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി സർക്കിൾസ് തന്നെ അങ്ങനെയുള്ളവരുണ്ട്. സോ ഐ തിങ്ക് തിങ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ചെക്ക്. സ്പെഷ്യലി യു ഷുഡ് ബി എക്സിബിറ്റിംഗ് ഹൗ ഇമോഷണൽ യു ആർ ടു എവ്രി വൺ, എസ്പെഷ്യലി വെൻ യു ആർ ഇൻ സർവീസ്. നമുക്കിനി സംസാരിക്കാനുള്ള സാറിൻ്റെ ഒരു ബിസിനസ് ജേണിയെ കുറിച്ച് കൂടിയാണ്. അപ്പം 2014 2 വിദ്യാർത്ഥികളുടെ മെൻറ്ററായിട്ട് തുടങ്ങിയ ഒരു ലൈഫാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടിപ്പം 2025 കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് IAS കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഫൗണ്ടർ ആൻഡ് ഓണറാണ്. അപ്പം 2 റോളുകൾ ഇതിനകത്ത് നിർവഹിക്കുന്നുണ്ട്. ആസ് എ കോച്ച് യു ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആൻഡ് ആസ് എ ഓൺട്രപ്രണർ യു ആർ കണ്ടിന്യൂയിങ് ഓൾസോ. ആ 2 ജേണികളിലെയും ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത്? സർ, സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഇപ്പോഴും ഒരു ബിസിനസ്സുകാരനായിട്ട് കാണാറില്ല. ഐ സ്റ്റിൽ ബിലീവ്, ഈവൻ ടിൽ നൗ ഐ ബിലീവ് ദാറ്റ് ഐ എം എ ടീച്ചർ. അപ്പോൾ ആ തോട്ട് എന്നിൽ നിന്നും പോയിട്ടില്ല. കാരണം എൻ്റെ മെയിൻ ജോലി ടീച്ചിങ് ആണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ 2 പേരിൽ നിന്നും ഞാൻ 2014 തുടങ്ങി ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഇത്രയും വലിയൊരു എംപയർ ഉണ്ടാക്കും, ഇത്ര വലിയൊരു ബിസിനസ് ഉണ്ടാക്കും എന്ന് ചിന്തിക്കാത്ത കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നല്ല ക്വാളിറ്റി ടീച്ചിങ് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് വീഴ്ചകൾ വരാം, മനുഷ്യരാണ് നമ്മൾ. പക്ഷേ ദ കോർ ഇൻറ്റൻഷൻ ഷുഡ് ബി ഓണസ്റ്റ്. അത് പ്രൊവൈഡ് ഗുഡ് കോച്ചിങ്, ഹെൽപ്പ് ദം ഔട്ട് ആൻഡ് എക്സ്പ്രസ് യുവർ സെൽഫ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് ഒരു ഓൺട്രപ്രന്യൂർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായി മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പക്ഷേ ഐ സ്റ്റിൽ ഡോണ്ട് സീ മൈ സെൽഫ് ആസ് എൻ ഓൺട്രപ്രന്യൂർ, ഓൾദോ ഐ മേ ബി വൺ, ആൻഡ് സർട്ട്ലി നോട്ട് എ ബിസിനസ്മാൻ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ബിസിനസ് ആംഗിളും പിന്നെ അതിൻ്റെ റിട്ടേൺസും എല്ലാം തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഐ കെപ്റ്റ് ഇറ്റ് വെരി സിമ്പിൾ. ഐ സ്റ്റിൽ വോണ്ട് ടു കീപ് ഇറ്റ് വെരി വെരി സിമ്പിൾ. ഐ എം എ ടീച്ചർ ആൻഡ് as long as I can teach well, as long as I can maintain a team, as long as my team members are there with me, I think this business part of it should be growing. അത് ഗ്രോ ചെയ്യണം. ഇപ്പോൾ ബിസിനസ് ഗ്രോ ചെയ്യണ്ട എന്നൊരാഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷെ അത് ഗ്രോ ചെയ്തോളും. ഇഫ് യു ആർ ഡെലിവറിങ് ഗുഡ് തിങ്സ് ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗ്രോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനൊരു ബിസിനസ്മാനോ ഒരു ഓൺട്രപ്രനറോ അല്ലെങ്കിൽ കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിങ് അക്കാഡമീസുമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സോളിഡ് ടീമുണ്ട്. ഇപ്പോൾ ഞാൻ ബോസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമിലേക്ക് വരുന്ന ആളുകൾ അങ്ങ് വിട്ട് പോകാറില്ല, പ്രത്യേകിച്ച് കോർ ഏരിയാസിലുള്ള അല്ലെങ്കിൽ കോർ ടീമിലുള്ളവർ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരേപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വളർന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് സംതിങ് ദറ്റ് ഐ വോണ്ട് ടു ടെൽ യു. കേരളത്തിൻ്റെ ഒരു IAS കോച്ചിങ്, സിവിൽ സർവീസ് കോച്ചിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് എത്ര വലുതാണ്? അതിനെ സമീപിക്കുമ്പോൾ ഫോർച്യൂൺ IAS അക്കാഡമി എടുക്കുന്നൊരു ബിസിനസ് സ്ട്രാറ്റജി എന്തായിരിക്കും? സർ, കോമ്പറ്റീഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റേറ്റീവ് സ്പേസ് അല്ല ഇപ്പോഴത്തേത്. കാരണം കൂടുതൽ കോർപ്പറേറ്റ്സും ഇപ്പോൾ ഇന്നത്തേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ നല്ലപോലെ ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ നിൽക്കണം. കാരണം സൊസൈറ്റിയിൽ കോമ്പീറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മേഖലയിൽ കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എൻ്റെ ടീം ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ നമ്മൾ നമ്പർ 1 നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്പർ 1 നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം വരും, ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടല്ല. വി വോണ്ട് ടു മെയിൻറ്റെയിൻ ദാറ്റ് നമ്പർ 1 പൊസിഷൻ. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. വി ബിലീവ് ദാറ്റ് വി ആർ നമ്പർ 1. അപ്പോൾ ആ ഒരു നമ്പർ 1 പൊസിഷനിൽ നിൽക്കാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, അക്കാഡമിക്കലിയും അഡ്മിനിസ്ട്രേറ്റീവ് വൈസും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അപ്രോച്ച്, അങ്ങനെയാണ് എൻ്റെ ഒരു അപ്രോച്ച്. അപ്പോൾ ഇഫ് യു കീപ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് വിൽ ഹാപ്പൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഇരുന്നിട്ട് ഓക്കെ അടുത്ത വർഷം നമ്മൾ ഇത്രയും ബിസിനസ് വളർത്തണം, ഇത്രയും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ബിസിനസ് പിടിക്കാൻ വേണ്ടിയല്ല എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നത്. കാരണം വി ഷുഡ് കീപ് ഗ്രോയിങ്. ഇഫ് യു ഡോണ്ട് കീപ് ഗ്രോയിങ് ദെൻ ദാറ്റ് mediocrity sets in and then it becomes a law of averages. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി ഷുഡ് കീപ്പ് ഓൺ എക്സ്പാൻഡിങ്
And we always want to maintain that number one position, which we believe we are number one. Yeah. സോ അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ 2-3 കൊല്ലം കഴിയുമ്പോൾ ബിസിനസ് നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, എത്ര കുട്ടികൾ ഉണ്ടായിരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അങ്ങനെ ചിന്തിക്കാറില്ല. എപ്പോഴും ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് കൈൻഡ് ഓഫ് ഷോസ് ദാറ്റ് യു ആർ ഗ്രോയിങ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലക്ഷ്യമിടുന്നത്, ഞങ്ങൾ നോക്കുന്നത്. ഒരു ബിസിനസ് ഓണ്ടർപ്രണർ എന്ന നിലയ്ക്ക് ആക്ച്വലി ശൈലേഷ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഗുണങ്ങൾ, അത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന? എന്നെ ബേസിക്കലി സിംഗിൾ മൈൻഡ് ഫോക്കസ്. ഐ വോണ്ട് ടു ഡു ഗുഡ് ഫോർ മൈ സ്റ്റുഡൻസ്. കാരണം ഞാനൊരു ഫെയിൽഡ് ആസ്പിറൻ്റ് ആണ്, അങ്ങനെ വിളിക്കാം. കാരണം ഒരു ഗോളിലേക്ക് എത്താത്ത ആളുകൾ ഫെയിലിയേഴ്സ് ആയിട്ടാണ് പലപ്പോഴും കാണപ്പെടുക. സോ ആ ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ എം എ ഫെയിൽഡ് ആസ്പിറൻറ്റ്. സോ വൈ ഡിഡ് ഐ ഫെയിൽ? ഞാൻ ഫെയിൽ ചെയ്ത് എനിക്കുണ്ടായിരുന്ന പിറ്റ്ഫോൾസ് അതിനി ബാക്കി ആർക്കും ഉണ്ടാകാൻ പാടില്ല, അവരൊന്നും ആ കുഴിയിൽ വീഴാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അത് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ മൈ ഹോൾ പോയിന്റ് ഇസ്, ആസ് എൻ ഓൺടർപ്രന്യൂർ ഓർ വാട്ട് എവർ യു വോണ്ട് ടു കോൾ മീ, my qualities that have kept me going is hard work, single-minded focus to help out the aspirants, and be honest about what you're doing. ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടേ വന്നിട്ടുള്ളൂ, പെർഫെക്റ്റ് ആയിട്ടേ വന്നിട്ടുള്ളൂ എന്ന് ഞാൻ അവകാശപ്പെട്ടില്ല, ഒരിക്കലുമില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ തിരുത്താൻ നോക്കാറുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ആസ് എ ടീം ഫോർച്യൂണിൻ്റെ സ്ട്രെങ്ത്. ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീഴ്ചകൾ എവിടെയാണ് വന്നിരിക്കുന്നത്, എന്തുകൊണ്ട് വന്നു, പ്ലാനിങ് സ്റ്റേജിലാണോ അല്ലാതെ സ്റ്റേജിലാണോ, അത് കണ്ടുപിടിച്ച് അടുത്തടുത്ത വർഷങ്ങളിൽ അതിനെ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സോ കോൾഡ് ക്വാളിറ്റീസാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം സംസാരിച്ചതിൽ എന്തായാലും സന്തോഷം. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. സെയിം യു സർ. സാറിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓണർ, പ്രിവിലേജ്. കാരണം വല്ലാത്തൊരു കഥയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. എൻ്റെ വൈഫ് സാറിന് വലിയൊരു ഫാനാണ്. അപ്പോൾ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരു ഇത്തിരി ജലസുമായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ ഓൺ ദിസ് ഷോ. താങ്ക് യു.